ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന റൈസിൻ്റെ റെസിപ്പിയാണ്. അതിനാദ്യമായിട്ട് അടുപ്പിലേക്കൊരു പാൻ വയ്ക്കുക. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് ചൂടായി വരുമ്പോഴത്തേക്ക് അതിലേക്ക് കടുകും ജീരകവും ഇട്ട് മൂപ്പിച്ചെടുക്കുക. അതിനുശേഷം കറിവേപ്പിലയും 2 അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും ഒരു ചെറിയൊരു സവാളയും ചെറുതായിട്ട് അരിഞ്ഞതും ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. സവാള ചെറുതായിട്ടൊന്ന് വഴണ്ടി വരുമ്പോഴേക്ക് അതിലേക്ക് ഒരു ക്യാപ്സിക്കം ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ശേഷം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇതെല്ലാം നന്നായിട്ടൊന്ന് വഴണ്ടി വരുമ്പോൾ ഇതിലേക്ക് ചില്ലി ഫ്ലേക്സും കുരുമുളക് പൊടിയും ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അതിനുശേഷം സ്വീറ്റ് കോൺ ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുക. അതിനുശേഷം 1/4 ടീസ്പൂൺ അളവിൽ ചാട്ട് മസാല ചേർത്ത് കൊടുക്കാം. ഇനി വേവിച്ച് വെച്ചിട്ടുള്ള അരി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ബസ്മതി റൈസാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ഇത് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. റൈസിൻ്റെ എല്ലാ ഭാഗത്തേക്കും ഫ്ലേവർ എത്തുന്ന വിധം നന്നായിട്ട് യോജിപ്പിച്ചെടുക്കുക. അതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് ഒരു 1/2 ലൈം പിഴിഞ്ഞ് ചേർക്കുക. എന്നിട്ട് നന്നായിട്ട് ഒന്നും കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അവസാനമായിട്ട് അതിലേക്ക് കുറച്ച് കൊറിയാണ്ടർ ലീവ്സും ചേർത്ത് നന്നായിട്ട് ഇളക്കി അടച്ചു വയ്ക്കാം. വളരെ സമയക്കുറവിലും അതുപോലെ തന്നെ കുട്ടികളുടെ ടിഫിൻ ബോക്സിലൊക്കെ കൊടുത്തു വിടാൻ പറ്റുന്ന അടിപൊളി റെസിപ്പിയാണിത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.